ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2 ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് പനിയൊക്കെ ഇപ്പോൾ ഇതാ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ മോനൂസിന് പനി തുടങ്ങി കേട്ടോ. ഇതാ മോനൂസ് ഇതിൻ്റെ കൂടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പനിയായ കാരണം ഓനോട് മാറി കിടക്കാൻ പറഞ്ഞോ മാറി കിടക്കൂല. അപ്പോൾ ഓനതാ എൻ്റെ കൂടെ കിടന്ന് ഓന് പനി പിടിച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ എക്സാമാണ്, എക്സാമിന് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പനിയോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സാമിന് വരരുതെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പനി കൂടിയിട്ട് ഇങ്ങനെ ടൈഫോയിഡ് ആയിട്ടുണ്ട്. അപ്പോൾ ടൈഫോയിഡിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതിന് മരുന്ന് കുടിക്കുന്നുണ്ട്. ഇപ്പോൾ കുറവ് തന്നെയാണ്. അപ്പോൾ നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഗുളികയ്ക്കും കാര്യത്തിനൊക്കെ നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ഷീണമുള്ള ഗുളികയാണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കുറച്ചൊക്കെ കഴിക്കലുള്ളൂ. ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗുളികയൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ നീച്ചിരുന്നാൽ ഒരു ക്ഷീണം തോന്നുമ്പോൾ വന്ന് കിടക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഫുഡും കാര്യങ്ങളൊക്കെ ഏട്ടൻ ചോറ് വെച്ചിട്ട് പോവും. അതിന് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കും. ചിലപ്പോൾ ഞാൻ തന്നെ നീച്ചിട്ട് കറിയും ചോറൊക്കെ വയ്ക്കും. അങ്ങനെയൊക്കെയാണ്. നമ്മളങ്ങനെ അടഞ്ഞ് കിടന്നിട്ടും കാര്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇന്ന് ഡോക്ടറെ കാണിക്കാൻ ഒന്നുകൂടെ പോകണം. അതുകൊണ്ട് വീഡിയോസ് ഇന്നലെ തീരെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മിഞ്ഞാന്നും വീഡിയോസ് അതുകൊണ്ടായിരുന്നു. മോനൂസിന് ഇപ്പോൾ ഗുളികയൊക്കെ കൊടുത്തിരുന്നില്ല. രാത്രിക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും എക്സാമിനൊന്നും പോവാണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓക്കെ. ഇന്നലെ ഞാൻ വെള്ളമൊക്കെ ചൂടാക്കിയാണ്ട് ഒന്ന് കുളിച്ചിട്ടോ. കുളിച്ചപ്പോൾ കുറേ ഒരു ഉന്മേഷം ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണയും തലയിലിടാതെ ഒന്ന് കുളിച്ചതാണ് കേട്ടോ. അങ്ങനെ തലയൊക്കെ നന്നായിട്ടൊന്ന് ഷാമ്പു ഇട്ട് വാഷ് ചെയ്തു. അപ്പോൾ നല്ല എന്താ പറയുക 5-6 ദിവസമായി കുളിച്ചിട്ട്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും നടക്കൂല കുളിയിട്ട്. അങ്ങനെ ഡെയിലി കുളി നടക്കൂല. ജസ്റ്റ് ഞാൻ തലയൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ടൊന്ന് കുളിച്ചതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അനു രാവിലെ നീച്ചങ്ങാണ്ട് ഓള് ചാണൊക്കെ തേച്ചങ്ങാണ്ട് പൂവിടലും അങ്ങനത്തെ ഒക്കെ ഓള് കഴിക്കും. അതുകൊണ്ട് ഇന്നിപ്പോൾ പൂവിട്ടത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഓളോട് പറയും പെട്ടെന്ന് എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറയാം. അപ്പോൾ ഓള് കാട്ടിക്കൂട്ടനാണ് ഇപ്പോൾ ഇതൊക്കെ. എക്സാമും ഉണ്ട്. 10 മണിക്കൊക്കെ എക്സാം തുടങ്ങും. അപ്പോൾ അതിന് പോകണം. ഇപ്പോൾ കുഞ്ഞു പൂത്തറ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് പൂവില്ലാത്ത കാരണേ നമ്മൾ കോട്ടപ്പടിക്കുന്ന അങ്ങനെ പൂവ് കൊണ്ടിരിക്കുകയല്ലേ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പൂത്തറ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അടുക്കളയൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. കണ്ടോ, ഗ്യാസുമ്മലൊക്കെ പുട്ടും ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പാത്രങ്ങളൊക്കെ ഒരുപാട് മോറാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടില്ല. ചോറ് ഞാൻ ഊറ്റിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് പോയി കിടക്കും. എന്നിട്ട് ചേച്ചി വന്നിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ. അപ്പോൾ ചോറ് ഏകദേശമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. നമുക്ക് വയ്ക്കുമ്പോൾ ആ ഒരു വൃത്തിയൊന്നും വയ്യാത്തുമ്പോൾ ഉണ്ടാവില്ല. അറിഞ്ഞാൽ ശരി തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും അടുക്കള ഞാൻ ഈ ഒരു കോലത്തിലിടലില്ല. ഞാൻ ഒരു വിധം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിടുന്ന വീതനയാണ്. ഇതൊക്കെ ആകെ ഇതായി കിടക്കുകയാണ്. ചോറ് എന്തായാലും ഊറ്റി വയ്ക്കട്ടെ. ഓള് വന്നിട്ട് പാത്രമൊക്കെ മോറിക്കോളാം എന്നാണ് പറഞ്ഞത്. കാരണം പാത്രം മോറാനും അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ നമ്മളോട് റെസ്റ്റ് പറഞ്ഞ കാരണേ റെസ്റ്റ് ഇല്ലാഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ സഹിക്കേണ്ടത്. അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടും. അപ്പോൾ അതിന് വന്നതിന് ശേഷം പാത്രമൊക്കെ മോറി അടുക്കളയൊക്കെ വൃത്തിയാക്കി. ഉച്ച വരെ ഉള്ളായിരുന്നു എക്സാം. അപ്പോൾ ഇപ്പോൾ നേരം വൈകുന്നേരം ആയിട്ടുണ്ട്. 6 മണി ആവാനായി. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി ഒന്ന് മേലഴുകി ഡോക്ടറെ അടുത്തേക്ക് പോകണം. അതിനകത്ത് കൂടെ കടിച്ചു തരാനും വിളക്കെത്തിക്കാനും ഇതിനൊക്കെ. തുടക്കലൊക്കെ രാവിലെ കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മുസമ്പി തിന്നാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനും 3 ദിവസമൊക്കെ തിന്നു. ഇത് തിന്നുമ്പോൾ ക്ഷീണത്തിന് ആക്കണ്ട. അപ്പോൾ അത് 2 മൂന്നൂസ് ഞാൻ തോല് വലിച്ചു കൊടുത്തപ്പോൾ ഞാനും കൂടി ഉണ്ട് കഴിച്ചത്. അപ്പോൾ ഇനി ഡോക്ടറെ അടുത്ത് പോയി വരണം. ഡോക്ടർ ഇനി എന്താ പറയണമെന്ന് അറിയില്ല. ഇനി ഗുളിക കഴിക്കണം എന്തായതാണെന്നും അറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. മോനൂസിന് പനി കുറവുണ്ട്. ഇനി രാത്രിയാവും പനിക്കട്ടെ. രാത്രിയാണ് പനീൻ്റെ കോളൊക്കെ വരുന്നത്. അപ്പം മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാത്രി ആകുമ്പോൾ ഞാൻ പനിക്കുന്ന ടൈമിൽ ഞാൻ ഒന്നും കൂടെ ഗുളിക കൊടുക്കും.
അങ്ങനെയൊക്കെയാണ്. മോനൂസിനൊന്ന് എക്സാം എഴുതാൻ പോകാൻ പറ്റിയിട്ടില്ല. ഇന്നെന്താ മോനൂസ് എക്സാം? ഇംഗ്ലീഷോ? ക്ലാസ്സിലൊരുവിധം കുട്ടികൾക്കൊക്കെ നല്ല പനിയും ചുമയൊക്കെ. അതിൻ്റെ അടിയിലാണ് മറ്റേ കൊതുകുതിരി എത്തിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പനി. മോനൂസിന് പനി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഇപ്പോൾ അടങ്ങിക്കേ അപ്പോൾ രാത്രി നമ്മൾ എന്താ പറയുക, ഭക്ഷണം കഴിച്ച് ഗുളികയൊക്കെ കൊടുത്ത് ഇങ്ങനെ കിടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 12 മണിയായാൽ വീണ്ടും പനിക്കൽ തുടങ്ങും. അപ്പോൾ പിന്നെ ഞാൻ ഗുളിക എടുത്ത് കൊടുക്കലാണ്. അങ്ങനെയൊക്കെയാണ്.